2 വർഷത്തിനിടെ ഈ ദേശീയപാതയിൽ നടന്നത് 100-ലേറെ അപകടങ്ങൾ. കഴിഞ്ഞ 10 മാസത്തിനിടെ പൊലിഞ്ഞത് 8-ലേറെ ജീവനുകളും. ദേശീയപാതയിലെ അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി പ്രത്യേക പദ്ധതികളാണ് പോലീസ് രൂപീകരിച്ചിട്ടുള്ളത്. ദിവസം ഈ ദേശീയപാതയിൽ അപകടത്തിൽ പൊലിഞ്ഞത് 3 ജീവനുകൾ. ദേശീയപാതയിലെ അപകടത്തിന്റെ കാരണമറിയുവാനായി തിരുവനന്തപുരം റൂറൽ എസ്.പിയും മോട്ടോർ വെഹിക്കിളിന്റെ ഉദ്യോഗസ്ഥരും ഇവിടെ പരിശോധന നടത്തി. നാട്ടുകാർ അവർക്ക് മുന്നിൽ നിരവധി പ്രശ്നങ്ങളാണ് അവതരിപ്പിച്ചത്. സന്ധ്യ മയങ്ങിയാൽ ഈ തെരുവുവിളക്കുകളൊന്നും തെളിയാറില്ല. കാടും പടർപ്പും കയറി കിടക്കുന്ന ഈ ഡിവൈഡറുകൾ അപകടത്തിന്റെ സാധ്യത വർദ്ധിക്കുന്നതായും പോലീസിന് മുന്നിൽ നാട്ടുകാർ പറഞ്ഞത്. മുടവൂർ പാറയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്സിഡന്റ്, അവിടെ ഞങ്ങളൊരു സ്പോട്ട് ഇൻസ്പെക്ഷൻ നടത്തി. അവിടെ സഫീഷ്യന്റ് ആയിട്ട് ലൈറ്റിംഗ് ഇല്ല, സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഡിവൈഡറിൽ ഒരുപാട് ഈ ചെടികളും മരങ്ങളും വളർന്നു നിന്ന് കാഴ്ചയ്ക്ക് തടസ്സം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ റോഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ലൈനുകൾ വിസിബിൾ അല്ല. പിന്നീട് ആ ഏരിയയിൽ പാർക്കിങ്ങിന് യാതൊരു സൗകര്യവും ഇല്ല, അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. കാരണം അതിന് ഏകദേശം ഒരു 40 മീറ്റർ മുൻപേ ആണ് ഈ സിഗ്നൽ ലൈറ്റ്. അവിടുന്ന് സിഗ്നലിൽ നിന്ന് പെട്ടെന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വലിയ സ്പീഡാകുന്നത് ഈ വരുന്ന സ്ഥലത്ത് എത്തുമ്പോഴാണ്. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് റൈഡ് ചെയ്യേണ്ട സ്ഥലമാണിത്. അവിടെ ഞങ്ങൾ ഇന്നു മുതൽ തന്നെ സഫീഷ്യന്റ് ലൈറ്റിംഗ് കിട്ടുന്നതിനും റോഡിൽ മാർക്കിങ്ങുകൾ കൃത്യമാക്കുന്നതിനും സൈഡിൽ അവിടെ നോ പാർക്കിംഗ് ഏരിയയെന്ന്, അതുപോലെ അപകടം നിറഞ്ഞ മേഖലയാണെന്നുള്ളത് ആൾക്കാർക്ക് ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോർഡുകൾ അത്യാവശ്യമായിട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയും അതേപോലെ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഒക്കെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ അതിനുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അവിടെ ഒരു സ്പോട്ട് ഇൻസ്പെക്ഷൻ ഇത്തരത്തിലുള്ള ആൾക്കാരുമായി എക്സ്പേർട്സുമായിട്ട് ചേർന്ന് നടത്തുകയും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് നടപ്പിലാക്കിയിരിക്കും. രാത്രി ഫുഡ് കഴിക്കാൻ 12 മണിക്ക് ശേഷവും 1 മണിക്കും 2 മണിക്കും ഒക്കെ മദ്യപിച്ച് മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വന്ന് ജംഗ്ഷനിൽ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നതായിട്ട് ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവിടെ എത്ര മണിവരെ, എത്ര സമയം അവിടെ ആ കച്ചവടം ഉണ്ടാകണമെന്നും എത്രത്തോളം പോലീസിന്റെ പ്രസൻസ് അവിടെ വേണമെന്നും ഒക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും മറ്റു നടപടികളുമായിട്ട് മുന്നോട്ട് പോയി ശക്തമായ നിയമ നടപടികൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെതിരായിട്ട്, ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അവിടെ നടന്നാൽ എതിരായിട്ടുണ്ടാകുന്നതായിരിക്കും. അല്ല, ഞങ്ങൾ ഇന്നു മുതൽ വളരെ ശക്തമായ വെഹിക്കിൾ ചെക്കിങ് നടത്തുക. അവർക്കെതിരായിട്ട് കേസുകൾ എടുക്കുകയും ഈ വാഹനങ്ങൾ കോടതിയിൽ കൊടുക്കുകയും മറ്റ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിനുൾപ്പെടെയുള്ള റിക്വസ്റ്റുകൾ കൊടുക്കുകയും ചെയ്യും. ശക്തമായ നടപടികൾ സ്വീകരിക്കും. ആക്സിഡന്റ് പ്രിവെൻഷന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന എല്ലാ നടപടികളും ആ ഏരിയയിൽ ചെയ്തിരിക്കും. അമിത വേഗതയിൽ പായുന്നവരെ പിടികൂടുവാൻ ക്യാമറ സംവിധാനവും വേണമെന്നാണ് നാട്ടുകാർ റൂറൽ എസ്.പിക്ക് മുന്നിലും നെയ്യാറ്റിങ്കര ഡിവൈഎസ്പിക്ക് മുന്നിലും പറഞ്ഞത്. ഈ പ്രദേശം അപകട മേഖലയാണെന്ന് തിരിച്ചറിയുന്നതിനായി സൈൻ ബോർഡുകൾ, അതുപോലെ ദേശീയപാതയിൽ കാടും പടർപ്പും കയറി കിടക്കുന്ന ഡിവൈഡറുകളിലെ കാടും പടർപ്പും നീക്കം ചെയ്യുക, സന്ധ്യ മയങ്ങിയാൽ മിഴിയടയ്ക്കുന്ന തെരുവ് വിളക്കുകൾ തെളിയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് നെയ്യാറ്റിങ്കര ഡിവൈഎസ്പിക്ക് മുന്നിലും തിരുവനന്തപുരം റൂറൽ എസ്.പിക്ക് മുന്നിലും നാട്ടുകാർ അവതരിപ്പിച്ചത്.